സൈന്യങ്ങളിൽ ദൈവം ആയ യഹോവേ, നീ വിശുദ്ധൻ, നീ പരിശുദ്ധൻ, നിർമ്മലൻ. സ്വർഗം ഭൂമിയെങ്ങും നിൻ മഹത്വം തിങ്ങും. താതസുതാത്മാ ഭാഗ്യത്രിത്വമേ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്ക. ദൈവം ആത്മാവാവുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സകല ചരാചരങ്ങളുടെ സൃഷ്ടികർത്താവും പരിപാലകനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗത്തിലെ ദൈവമേ, പരിശുദ്ധ പിതാവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്കൊരുക്കിയ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കുന്ന ആരാധന അങ്ങേക്ക് സുഗന്ധബലിയുള്ളൊരു യാഗമായിരിക്കാൻ ദൈവം അങ്ങയുടെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഇന്നത്തെ ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം അങ്ങ് പകരണമേ. ഐക്യത്തോടെ ഒരുമയോടെ മുന്നോട്ട് പോകുവാൻ ഇന്നത്തെ കർത്താവെ ആരാധനയിലൂടെ ഞങ്ങൾ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമ സ്തുതിക്ക് മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠ്യപുസ്തകത്തിലെ 3-ാമത്തെ പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠ്യപുസ്തകത്തിലെ 3-ാമത്തെ പാട്ട്, സർവ്വലോകാധിപ നമസ്കാരം, സകല സൃഷ്ടികർത്ത നമസ്കാരം എന്ന പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. സർവ്വലോകാധിപ നമസ്കാരം, സകല സൃഷ്ടികർത്താ നമസ്കാരം, ധരകടൽ ജീവൻ വാനവും സൃഷ്ടിച്ച ദയപരപിതാവേ നമസ്കാരം. ധരകടൽ ജീവൻ വാനവും സൃഷ്ടിച്ച ദയപരപിതാവേ നമസ്കാരം. തിരുവവതാരം നമസ്കാരം, ജഗതിരക്ഷിതാവേ നമസ്കാരം, ധരതന്നിൽ മനുഷ്യ ജീവനെ വരിപ്പാൻ തരുതന്നിൽ മരിച്ചോ നമസ്കാരം. ധരതന്നിൽ മനുഷ്യ ജീവനെ വരിപ്പാൻ തരുതന്നിൽ മരിച്ചോ നമസ്കാരം. പരിശുദ്ധ ആത്മാ നമസ്കാരം, പരമസൽ ഗുരുവേ നമസ്കാരം, അരുവിയായ അടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം. അരുവിയായ അടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം. തൊഴിലുള്ളോ നമസ്കാരം, ത്രിയേകനാഥ നമസ്കാരം, കർത്താധികർത്ത കാരുണ്യക്കടല് പ്രപഞ്ചത്തിൻ പിതാവേ നമസ്കാരം. കർത്താധികർത്ത കാരുണ്യക്കടല് പ്രപഞ്ചത്തിൻ പിതാവേ നമസ്കാരം. നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനക്രമം 5-ാം പുറത്ത് കാണുന്ന സ്തുതിലിത്താനി നമുക്ക് പ്രതിവാക്യമായി ചൊല്ലാം. ആരാധനക്രമം 5-ാം പുറം 3-ാം ഭാഗം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി.
ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങേക്ക് സ്തുതി. സൃഷ്ടാവേ, അങ്ങേക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മശിഹാ രാജാവേ, അങ്ങേക്ക് സ്തുതി. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. ദൈവസന്നിധിയിൽ നമുക്ക് തലകളെ വണക്കാം. ജീവിതത്തിൽ നാം ചെയ്തു പോയ എല്ലാ തെറ്റുകളും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. നാം കാരണം ദൈവനാമത്തിന് പലപ്പോഴും പേരുദോഷം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ കലഹങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ഐക്യമില്ലാത്ത അനുഭവങ്ങൾ, ഇതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. പരിശുദ്ധനാഥ, ഞാൻ കാരണമുണ്ടായ അനൈക്യത്തെ ഞാൻ ഓർത്ത് അനുദപിക്കുന്നു. ഞാൻ കാരണമുണ്ടായ കലഹങ്ങളെ ഞാൻ ഓർക്കുന്നു. സമാധാനം പലപ്പോഴും സൃഷ്ടിക്കേണ്ട സാഹചര്യങ്ങളിൽ സമാധാനത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ. ഒരു പുതിയ സൃഷ്ടിയാക്കി എന്നെ അങ്ങ് മാറ്റണമേ. ഇനി മുതൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു വസിക്കുന്ന അനുഭവം സാധ്യമാക്കണമേ. സമാധാനത്തിൻ്റെ പ്രഭു എന്നിൽ വാഴണമേ. എന്നിലുള്ള കലഹത്തിൻ്റെ ചിന്തകളെ മാറ്റി, അനൈക്യത്തിൻ്റെ ചിന്തകളെ മാറ്റി ഐക്യവും സമാധാനവും നൽകി വിട്ടുകൊടുക്കലിൻ്റെ അനുഭവത്തിലൂടെ എൻ്റെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ പരിശുദ്ധ പിതാവേ എന്നെ സഹായിക്കണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ നമ്മൾ കാരണമുണ്ടായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ക്ഷമായാചന നമുക്കർപ്പിക്കാം. ആരാധനക്രമം 11 പുറത്തു കാണുന്ന 51 സങ്കീർത്തനം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ അനുതാപ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഉപയോഗിക്കാം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അങ്ങേക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ അങ്ങ് നിർമ്മലനായിരിക്കേണ്ടതിന് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ അങ്ങ് ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനായിരിക്കേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വിളക്കേണ്ടതിന് എന്നെ കഴുകണമേ. എന്നെ സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാകണമേ. അങ്ങോട്ട് അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാവങ്ങൾ കാണുന്നവർ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുക്കേമരുതേ. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമ്മുടെ പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിതമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിനും തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടെ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകി പാപക്ഷമ നൽകിയ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ആരാധനക്രമം 18 പുറത്തു കാണുന്ന മറിയയുടെ പാട്ട് നമുക്ക് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കാം. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവിൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ.
ഇന്നു മുതൽ എല്ലാ തലമുറയും എന്നെ ഭാഗ്യവതി വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധം തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തന്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവരുടെ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാർ സിംഹാസനം ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാവിനോട് അരുളിച്ചതുപോലെ അബ്രഹാമിനും അവിടുത്തെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 222 പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 222 പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. സേവിച്ചിടും നിന്നെ ഞാൻ യേശുവേ, സേവിച്ചിടും നിന്നെ ഞാൻ എന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടാം. സേവിച്ചിടും നിന്നെ ഞാൻ എൻ യേശുവേ, സേവിച്ചിടും നിന്നെ ഞാൻ എൻ യേശുവേ, സേവിച്ചിടും നിന്നെ ഞാൻ. ജീവനെനിക്കായി ക്രൂശിൽ വച്ചു തന്നൻ, ജീവനെനിക്കായി ക്രൂശിൽ വച്ചു തന്നൻ, ജീവനെ വീണ്ടെടുത്ത പ്രാണനാഥ, സേവിച്ചിടും നിന്നെ ഞാൻ എൻ യേശുവേ, സേവിച്ചിടും നിന്നെ ഞാൻ. ദേഹം ദേഹി ആത്മം ഏകമായി തന്നു നിന്നെ, ദേഹം ദേഹി ആത്മം ഏകമായി തന്നു നിന്നെ, സ്നേഹമായി സേവ ചെയ്യുവാൻ താനിൻ കൃപ, സേവിച്ചിടും നിന്നെ ഞാൻ എൻ യേശുവേ, സേവിച്ചിടും നിന്നെ ഞാൻ. പാപം വെടിഞ്ഞുള്ള പാവന ജീവിതം, പാപം വെടിഞ്ഞുള്ള പാവന ജീവിതം, പാപഹരാ ഞാൻ ചെയ്യുവാൻ തുണയ്ക്കണം, സേവിച്ചിടും നിന്നെ ഞാൻ എൻ യേശുവേ, സേവിച്ചിടും നിന്നെ ഞാൻ. നിൻ കണ്ണാൽ എന്നെ നീ വഴി നടത്തണം, നിൻ കണ്ണാൽ എന്നെ നീ വഴി നടത്തണം, നിൻ കരത്താൽ എന്നെ നീ താങ്ങിയിടണം, സേവിച്ചിടും നിന്നെ ഞാൻ എൻ യേശുവേ, സേവിച്ചിടും നിന്നെ ഞാൻ. എൻ ഹൃദയമിതാ മന്നവനേശുവേ, എൻ ഹൃദയമിതാ മന്നവനേശുവേ, നിന്നാവിയാൽ നിറയ്ക്കാൻ നിൻ സേവയ്ക്കാൻ, സേവിച്ചിടും നിന്നെ ഞാൻ എൻ യേശുവേ, സേവിച്ചിടും നിന്നെ ഞാൻ. ലോകം ജഡം പിശാചോടു പോർ ചെയ്തു ഞാൻ, ലോകം ജഡം പിശാചോടു പോർ ചെയ്തു ഞാൻ, നിൻ കോടി കീഴിൽ നിന്നു ജയം കൊള്ളും, സേവിച്ചിടും നിന്നെ ഞാൻ എൻ യേശുവേ, സേവിച്ചിടും നിന്നെ ഞാൻ. 61 സങ്കീർത്തനം നമുക്ക് പ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 61. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ.
നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ദൈവമേ, നീ എൻ്റെ നേർച്ചകളെ കേട്ടു. നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നും ഇരിക്കുന്നു. നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും. അവൻ്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും. അവൻ എന്നേക്കും ദൈവസന്നിധിയിൽ വസിക്കും. അവനെ പരിപാലിക്കേണ്ടതിന് ദയയും വിശ്വസ്തയും കൽപ്പിക്കണമേ. അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇന്ന് ദിവസം പെന്തക്കോസ്റ്റിന് ശേഷം 16-ാം ഞായറാഴ്ച. ഇന്നത്തേക്കുള്ള വിഷയം പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, സമാധാനവും സംഘർഷ നിവാരണവും. ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 2 മുതൽ 12 വരെയും, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 6 വരെയും, മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുമുള്ള വചനങ്ങളാണ്. ഇപ്പോൾ നമുക്ക് സുവിശേഷ ഭാഗം വായിച്ചു കേൾക്കാം. മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളെ ശ്രദ്ധിപ്പൻ. സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശം. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 3-ാം മണി നേരത്തും പുറപ്പെട്ടു. മറ്റു ചിലർ ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ, ന്യായമായത് തരാം എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി. അവൻ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ചെന്നു അങ്ങനെ തന്നെ ചെയ്തു. 11-ാം മണി നേരത്തും ചെന്ന് മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട്, നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മിനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായിക കൊണ്ടത്രേ എന്ന് അവർ പറഞ്ഞപ്പോൾ, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ എന്ന് അവരോട് പറഞ്ഞു. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ തൻ്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ച് പിമ്പന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ 11-ാം മണി നേരത്ത് വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി. മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടും എന്ന് നിരൂപിച്ചു. അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി. അത് വാങ്ങിയിട്ട് അവർ വീട്ടുടയവൻ്റെ നേരെ പെറുപെറുത്തു. ഈ പിമ്പന്മാർ 1 മണി നേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് 1 പണം പറഞ്ഞൊത്തില്ലയോ? നിൻ്റേത് വാങ്ങി പൊയ്ക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുപ്പാൻ എനിക്ക് മനസ്സുണ്ട്. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ട് നിൻ്റെ കണ്ണ് കടിക്കുന്നുവോ? ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരും ആകും. ഇവിടെ സുവിശേഷ ഭാഗം വായിച്ചവസാനിക്കുന്നു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. ആരാധനക്രമം 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകപാതയിൽ ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടെ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സ്വർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മുടെ തലകൾ വണക്കാം. നമ്മെ തന്നെ സമ്പൂർണ്ണമായി കർത്താവിൻ്റെ പാദപീഠങ്ങളിലേക്ക് സമർപ്പിക്കാം. വീണ്ടും ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കൂടിയൊരുവാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ച് കൂടി വരുവാൻ
ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി വിധേയപ്പെടുത്തുവാൻ ഇന്നയോളം നടത്തിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി, കരുതലിനായി, ദൈവിക പരിപാലനത്തിനായി സ്തോത്രം കരേറ്റുവാൻ ദൈവം നമ്മെ പ്രാപ്തിപ്പെടുത്തിയിരിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ഹൃദയങ്ങളെ കർത്തൃസന്നിധിയിൽ ഏകാഗ്രമാക്കാം. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവ്, ജീവിതയാത്രയിലെന്നും നമുക്ക് തുണയായിരുന്ന് നമ്മെ വഴി നടത്തുന്ന കർത്താവ്, തൻ്റെ കരം പിടിച്ച് നമ്മുടെ ജീവിതയാത്രയിൽ കൂടെ ഇരുന്ന് നമ്മെ പരിപാലിക്കുന്ന കർത്താവ്, ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവത്തിൻ്റെ ദിവ്യമായ പരിപാലനം കൂടിയിരുന്ന് നമ്മെ സംരക്ഷിക്കുകയും അത്ഭുതകരമായി വഴി നടത്തുകയും ജീവിതയാത്രയിൽ തുണയായിരുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തുവല്ലോ. ദൈവത്തിൻ്റെ വലിയ പരിപാലനം ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കുടുംബമായി ലോകത്തിൽ ജീവിക്കുവാനും ദൈവത്തെ സാക്ഷിക്കുവാനും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ കുടുംബങ്ങളിലൂടെ അനുഭവിക്കുവാനും അത് പരസ്പരം പങ്കുവയ്ക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ വലിയ പരിപാലനത്തിനായും സ്നേഹത്തിനായും സ്തോത്രം അർപ്പിച്ചുകൊണ്ട് കുടുംബത്തിൽ നമ്മോടൊപ്പമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. വാർദ്ധക്യ മാതാപിതാക്കളെ ഓർക്കാം. നമ്മുടെ മാതാപിതാക്കൾക്കായി, ജീവിത പങ്കാളിക്കായി, സഹോദരങ്ങൾക്കായി, മക്കൾക്കായി, കൊച്ചുമക്കൾക്കായി, പലതരത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കായി, അയൽക്കാർക്കായി ഒക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹപാഠികൾ, സഹപ്രവർത്തകർ എന്നിവരെ ഓർക്കാം. നമ്മുടെ സമൂഹത്തിലെ എല്ലാ ജനങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ ആശ്രയം വെച്ച് പ്രാർത്ഥനയോടുകൂടെ നിലനിൽക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും ദൈവം ശക്തീകരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ സമൂഹത്തെ പ്രത്യേകം ഓർക്കാം. ഈ ദേശത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവിക സമാധാനവും അനുഗ്രഹങ്ങളും എപ്പോഴും ഈ ദേശത്തിൻ്റെ മേൽ പകരപ്പെടുവാനായിട്ട് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ രാഷ്ട്രത്തെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. സമാധാനമുള്ളൊരു രാഷ്ട്രമായി, എല്ലാവരും സമാധാനവും നന്മയും അനുഭവിക്കുന്ന, എല്ലാവരും നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്ന ഒരു രാഷ്ട്രമായി തന്നെ എപ്പോഴും നിലനിൽക്കുവാൻ സമാധാനത്തിൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള പ്രതിസന്ധികളിലായിരിക്കുന്നവർ, സംഘർഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവർ എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവത്തിൽ ശരണപ്പെടുവാനും പരസ്പരം താഴുവാനും ക്ഷമിക്കുവാനും ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാനും കരുതുവാനും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഓരോ വ്യക്തികളെയും സമർപ്പിക്കാം. എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരകനായ ഒരു കർത്താവ് കൂടെയുണ്ടല്ലോ. സമാധാനം സ്ഥാപിക്കുവാൻ പ്രാപ്തനായ ഒരു കർത്താവ് നമുക്കുണ്ടല്ലോ. എല്ലാവർക്കും സമാധാനം ആശംസിച്ച ആ കർത്താവ് സകല മനുഷ്യരും സമാധാനത്തോടുകൂടെ വസിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സകല ലോകത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അസമാധാനത്തിൻ്റെ മധ്യത്തിലായിരിക്കുന്ന എല്ലാ ദേശങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് യുദ്ധങ്ങളുടെയും യുദ്ധഭീഷണികളുടെയും മധ്യത്തിലായിരിക്കുന്ന ദേശങ്ങളെയും രാഷ്ട്രങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിക്കാം. അവിടെയൊക്കെയും ദൈവിക സമാധാനം പകരുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും മധ്യത്തിലായിരിക്കുന്ന ദേശങ്ങളെ പ്രത്യേകം ഓർക്കാം. അപ്രകാരമുള്ള വ്യക്തികൾക്കായി, കുടുംബങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരൊക്കെയും ദൈവം കരുതുവാനായിട്ടും ദൈവത്തെ ആശ്രയിക്കുന്ന ഓരോ വ്യക്തികളും അപ്രകാരമുള്ള വ്യക്തികളെയും കൂടെ കരുതുന്ന ഒരു ജീവിത രീതി ഉണ്ടാകുവാൻ തക്കവണ്ണം എല്ലാവരുടെയും ഉള്ളത്തിൽ ദൈവത്തിൻ്റെ കൃപ പരിവർത്തിച്ചുകൊണ്ടേയിരിക്കുവാനായിട്ട് ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നുവല്ലോ. ആ സഭയുടെ അംഗങ്ങളായിരിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന, ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ജീവിതം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള പ്രതിസന്ധികളിലായിരിക്കുന്ന ദേശങ്ങളെയും ജനങ്ങളെയും കുടുംബങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. രോഗാവസ്ഥയിൽ ആശുപത്രികളിലും ഭവനങ്ങളിലുമൊക്കെയും ചികിത്സകളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. മാനസികമായ രോഗാവസ്ഥയിലായിരിക്കുന്നവരെ പ്രത്യേകം ഓർക്കാം. അവരുടെ മനസ്സ് യഥാസ്ഥാനപ്പെടുവാനും ദൈവകൃപയിൽ ആരോഗ്യമുള്ളതായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ഓരോ വ്യക്തികളുടെ മേൽ പകരപ്പെടുവാനായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായ ഒരു കർത്താവ് നമ്മോടൊപ്പമുണ്ടല്ലോ. വാർദ്ധക്യ മാതാപിതാക്കളെ പ്രത്യേകം ഓർക്കാം. ശാരീരികമായ ബലം ക്ഷയിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ബലത്തിൽ ശക്തിപ്പെടുവാൻ, ദൈവകൃപയെ നിലനിൽക്കുവാനും പ്രത്യാശയോടുകൂടി ഓരോ ദിവസവും മുന്നോട്ട് ജീവിപ്പാനും പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിൽ കിടക്കകളിലായിരിക്കുന്നവരെ പ്രത്യേകം ഓർക്കാം. നിരന്തരമായ പ്രാർത്ഥനകളോടുകൂടെ പ്രിയമക്കളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന സ്പർശനവും സാന്ത്വനിപ്പിക്കുന്ന ഇടപെടലും അനുഭവിച്ചറിയുവാൻ ദൈവം കൃപയാൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന എല്ലാ വ്യക്തികൾക്കായും എല്ലാ ദേശങ്ങൾക്കായും നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.
സ്വന്തമായി ഭവനമില്ലാതിരിക്കുന്നവർ, വിവാഹത്തിന് വേണ്ടിയുള്ള അന്വേഷണങ്ങളിലായിരിക്കുന്നവർ, ഭവനം പണികളിലായിരിക്കുന്നവർ, വിവാഹത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളിലായിരിക്കുന്നവർ എല്ലാവരെയും നമുക്ക് ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കാം. ദാരിദ്ര്യത്തിൻ്റെ അനുഭവങ്ങളിലായിരിക്കുന്നവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്ന രീതിയിൽ തങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവിക ജ്ഞാനം ഓരോ വ്യക്തികൾക്കും ലഭ്യമാകുവാനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വ്യത്യസ്തങ്ങളായ തൊഴിലുകളിലായിരിക്കുന്നവരെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. അവരുടെ തൊഴിൽ മേഖലകളൊന്നും എല്ലാം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകളെയും ആരാധനകളെയും ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ കൂട്ടായ്മകളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഓരോ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കുവാനും ദൈവകൃപയിൽ നിറഞ്ഞ് ദൈവിക സമാധാനത്തോടുകൂടി നിലനിൽക്കുവാനും ദൈവം സഹായിക്കണതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓൺലൈൻ ആരാധനകളിൽ പങ്കുചേരുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യവും കൂട്ടായ്മയും അനുഭവിപ്പാൻ തക്കവണ്ണം ഈ ശുശ്രൂഷയിലൂടെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ദൈവകരങ്ങൾ സമർപ്പിക്കാം. കഴിഞ്ഞ വിശുദ്ധ ദിവസത്തിൽ ദൈവാലയത്തിൽ സ്തോത്ര കാഴ്ചകൾ സമർപ്പിച്ച എല്ലാവരെയും ഈ സമയം ഓർക്കാം. തങ്കപ്പൻ ടീച്ചർ ആൻഡ് ഫാമിലി TC ഭവൻ, സുരേന്ദ്രനാഥ് ആൻഡ് ഫാമിലി പണ്ടാരവിള, ആൻസി SM നിവാസ്, MM ജയരാജ് ആൻഡ് ഫാമിലി കുഴിവിള വീട്, JP റിനോരാജ് ആൻഡ് ഫാമിലി കുഴിവിള വീട്, PK ജോൺസൺ, അനീറ്റ ലിസ്റ്റൺ, അനിസ്റ്റ ലിസ്റ്റൺ JS ഭവൻ, ബിന്ദു സരോജ കോട്ടേജ്, പരേതയായ തങ്കത്തിൻ്റെ ഓർമ്മയ്ക്കായി റസാലം ഇഞ്ചിപ്പുല്ലുവിള. ഈ പ്രിയപ്പെട്ടവരൊക്കെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജന്മദിന സ്തോത്ര കാഴ്ചകൾ സമർപ്പിച്ചിരിക്കുന്നവരെ പ്രത്യേകം ഓർക്കാം. സുമാബായി, അരുൺ നിവാസ്, കിരൺ KR നിവാസ്, നവനീത് സോമസദൻ, ജോയ് ജോസ് JJ നിവാസ്, സിഞ്ചു J സതീഷ് ഭവൻ, ആരുഷ് AS മീന ഭവൻ, സുമതി പെരുന്താന്നി, അനശ്വര BP സൂര്യൻ നിവാസ് എന്നിവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. വിവാഹ വാർഷിക സ്തോത്ര കാഴ്ചകൾ സമർപ്പിച്ചിരിക്കുന്നവരെ പ്രത്യേകം ഓർക്കാം. സോഹൻലാൽ TC ആൻഡ് ജിനി സോഹൻ, K ശ്രീധരൻ ആൻഡ് രാജം ടീച്ചർ സുമാഭവൻ എന്നിവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയമക്കളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സാധു സഹായത്തിന് വേണ്ടി കാഴ്ച അർപ്പിച്ചിരിക്കുന്ന തങ്കപ്പൻ ടീച്ചർ ആൻഡ് ഫാമിലി TC ഭവൻ, ആ കുടുംബത്തെ പ്രത്യേകം ഓർക്കാം. മിഷണറി ഫണ്ടിന് വേണ്ടി കാഴ്ച അർപ്പിച്ചിരിക്കുന്ന തങ്കപ്പൻ ടീച്ചർ TC ഭവൻ, അദ്ദേഹത്തെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കാം. പെൻഷൻ ഫണ്ടിന് വേണ്ടി കാഴ്ച അർപ്പിച്ചിരിക്കുന്ന ജുവന്ന P ജോയ്സ് ദേവസ് എന്ന കുഞ്ഞിനെ പ്രത്യേകം ഓർക്കാം. ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സ്തോത്ര കാഴ്ചകളുമായി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി കരുതുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെ ഉണ്ടല്ലോ. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ സമ്പൂർണ്ണമായി വിധേയപ്പെടുത്താം. എല്ലാ സംഘർഷങ്ങളെയും പരിഹരിക്കുന്ന ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകുവാനും ദൈവസ്നേഹത്തിൻ്റെ ഇടപെടൽ ഈ സമൂഹത്തിൽ നമ്മിലൂടെ ലഭ്യമാക്കുവാനും സമാധാനം സ്ഥാപിക്കുന്നവരായി നിലനിൽക്കുവാനും അപ്രകാരമുള്ള ഭാഗ്യപരമായ അവസ്ഥ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി വിധേയപ്പെടുത്താം. വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ, കനിവേറും സ്നേഹപിതാവേ, നിൻ തിരുസന്നിധി തേടി വരുന്നു. അനുതാപമുതിരുന്ന ഹൃദയവുമായി അകതാരിലപരാധബോധവുമായി കനിവേറും സ്നേഹപിതാവേ, നിൻ തിരുസന്നിധി തേടി വരുന്നു. അനുതാപമുതിരുന്ന ഹൃദയവുമായി അകതാരിലപരാധബോധവുമായി കന്നിവേറും സ്നേഹപിതാവേ. ഞങ്ങൾ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, അവിടുത്തെ ദിവ്യമായ കൃപയിൽ ആശ്രയിച്ച ഈ പ്രഭാതത്തിലും തിരുസന്നിധിയിൽ ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളെയും സമർപ്പിക്കുവാൻ, ഞങ്ങളുടെ വേദനകളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുവാൻ, ഞങ്ങളുടെ ആവശ്യങ്ങളെയും ഭാരങ്ങളെയും പ്രാർത്ഥനാ വിഷയങ്ങളെയും അവിടുത്തെ പാദപീഠങ്ങളിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊരുക്കിയ വിലയേറിയ അവസരത്തിനായി സ്തോത്രം. കർത്താവേ, ഇന്നയോളം അങ്ങ് ഞങ്ങളെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ഞങ്ങൾ അവിടുന്ന് നൽകിയ സ്നേഹം സ്വീകരിക്കുവാനും അങ്ങേക്ക് വേണ്ടി ലോകത്തിൽ ജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലൂടെ അനേകർക്ക് അനുഗ്രഹമായി നിലനിൽക്കുവാനും കർത്താവെ, ഞങ്ങളുടെ ഇടപെട്ട വ്യക്തികൾ
വഴികളിലൂടെയൊക്കെയും അവിടുത്തെ കൃപയും സമാധാനവും ഒക്കെയും സ്വീകരിക്കുവാനും ഞങ്ങളെ അവിടുന്ന് പ്രാപ്തിപ്പെടുത്തിയ കൃപയ്ക്കായ സ്തോത്രം. തിരുകൃപയുടെ തണലിൽ അവിടെ ഞങ്ങളെ സംരക്ഷിക്കുകയും അവിടെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങേക്ക് വേണ്ടി ജീവിപ്പാനായിട്ട് വേണ്ടതായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ അവിടുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇടവകയ്ക്കായ സ്തോത്രം. എല്ലാ കുടുംബങ്ങളെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളിലും ഭാരങ്ങളിലുമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ അവിടുന്ന് കടാക്ഷിക്കുന്ന കൃപകൾക്കായ സ്തോത്രം. രോഗാവസ്ഥയിലായിരിക്കുന്ന കുടുംബങ്ങൾക്ക് അവിടുന്ന് ആശ്വാസം പകരണമേ. അവിടുത്തെ ദിവ്യമായ സൗഖ്യം അനുഭവിച്ച കർത്താവിനെ സ്തുതിക്കുവാൻ അവിടുന്ന് കൃപയാൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യത്തിലും സാമ്പത്തിക പ്രതിസന്ധികളിലുമായിരിക്കുന്നവരെ പ്രത്യേകം ഓർക്കുന്നു. ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയൊക്കെ അവിടുന്ന് കടാക്ഷിക്കണമേ. അവിടുത്തെ ജ്ഞാനത്താൽ അവിടുന്ന് പരിപാലിക്കുകയും കർത്താവെ, സകലത്തിനും നീക്കുപോക്ക് നൽകുന്ന അവിടുത്തെ ആലോചനകൾ സ്വീകരിച്ചുകൊണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് തുണയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ അവിടുന്ന് ആശീർവദിക്കണമേ. സകല മനുഷ്യരും സമാധാനത്തോടുകൂടെ ജീവിക്കുവാനും ദൈവകൃപ നിറഞ്ഞ ഒരു ദേശമായി തന്നെ നിലനിൽക്കുവാനും തക്കവണ്ണം അവിടുന്ന് സഹായിക്കണം. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും യുദ്ധങ്ങളിലും യുദ്ധഭീഷണികളിലും ഒക്കെയുമായിരിക്കുന്ന ദേശങ്ങളെ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടെയൊക്കെയും അവിടുത്തെ ദിവ്യ സമാധാനം പകരണമേ. അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളെ അവിടുന്ന് വാഴ്ത്തണമേ. കർത്താവെ, സമാധാനം സ്ഥാപിക്കുവാനായി പരിശ്രമിക്കുന്ന വ്യക്തികൾക്കായി, സംഘടനകൾക്കായി, സർക്കാരുകൾക്കായി ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിച്ച് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് കൃപയാൽ അനുഗ്രഹിക്കുകയും അവിടുന്ന് പ്രാപ്തിപ്പെടുത്തുകയും ആവശ്യമായ ജ്ഞാനത്താൽ അവിടുന്ന് വഴി നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഇടവകയെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ്, ഇന്നയോളം അവിടുന്ന് നടത്തിയ കൃപകൾക്കായി സ്തോത്രം. ഈ ദേശത്തിനൊരു വിളക്കായി നിലനിൽക്കുവാനും കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുന്ന ഒരു കുടുംബമായി നിലനിൽക്കുവാൻ തക്കവണ്ണം കൃപ നൽകിയല്ലോ. തുടർന്നും തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങൾ അവിടുന്ന് സംരക്ഷിക്കുകയും അങ്ങേക്ക് വേണ്ടി നിലനിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ അവിടുന്ന് ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവക കമ്മിറ്റിയിൽ എല്ലാ അംഗങ്ങളെയും ഓർക്കുന്നു. അന്വേഷിച്ചനെ കുടുംബമായി ഓർക്കുന്നു. കപ്പ്യാരെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ദൈവിക പരിപാലനത്തിൽ അവിടുന്ന് കാത്തുകൊള്ളുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഈ പ്രഭാതത്തിൽ കർത്താവെ, തിരുസന്നിധി ഞങ്ങളായിരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ നൽകിയല്ലോ. തുടർന്നും അവിടുത്തെ ദിവ്യമായ സാന്നിധ്യത്താൽ ഞങ്ങൾ അവിടുന്ന് വഴി നടത്തണം. ആവശ്യമായ എല്ലാ ആലോചനകളാലും പരിപാലനത്താൽ ഞങ്ങൾ അവിടുന്ന് കാത്തുകൊള്ളണമേ. കർത്താവെ, ആരാധനയുടെ തുടർന്നുള്ള ഭാഗങ്ങളിലൂടെ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടേയിരിക്കണം. സകല മഹത്വത്തോടെ സ്വീകരിക്കണം. യേശു ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന ദൈവോടെ കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്തുതിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ഈ ആരാധനയിലായിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി, ഈ അവസരങ്ങൾക്കായി ദൈവത്തിന് തുടർന്നും നന്ദിയുള്ളവരായി നമുക്കായിരിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ പ്രത്യേകമായി കരുതുകയും ദൈവകൃപയിൽ പരിപാലിക്കുകയും ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ നാളുകളിൽ രോഗാവസ്ഥ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. COVID-19 എന്ന വൈറസ് വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ശുചിത്വം സൂക്ഷിക്കുകയും അതുപോലെ തന്നെ വേണ്ട മുൻകരുതലുകൾ പാലിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പം അത് നിർവഹിക്കുക നമ്മെയും നമ്മുടെ ഈ സമൂഹത്തെയും രോഗത്തു നിന്ന് തടയുവാനും രോഗത്തു നിന്ന് രക്ഷിക്കുവാനും നമ്മുടെ പരിശ്രമങ്ങളിലൂടെ സാധ്യമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും കുടുംബ പ്രാർത്ഥനകളിലും ഈ പ്രത്യേക അവസ്ഥ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയും ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ഇടവകയിലെ അംഗമായ തടുത്തുകുളം അനീഷ് ഭവനിലെ അനീഷ് കുമാർ MBBS പഠനത്തിലായിരിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ പലരും അതിനുവേണ്ടിയുള്ള സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദയവായി തുടർന്നും ഇക്കാര്യം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കുകയും ദൈവം നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന തുകകൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേകം മാറ്റിവെച്ച് നൽകുകയും ചെയ്താൽ തീർച്ചയായിട്ടും അനീഷിൻ്റെ പഠനം വളരെ അനുഗ്രഹകരമായി മുന്നോട്ട് നയിക്കുവാനായിട്ട് കഴിയും. ഇക്കാര്യം പ്രത്യേക പ്രാർത്ഥനയിൽ വയ്ക്കുക. ഇതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ക്രൈസ്തവ ദീപികയുടെ വരിക്കാരാകുവാനുള്ള സമയമാണല്ലോ. 200 രൂപയാണ് വരിസംഖ്യ. എല്ലാ ഭവനങ്ങളിലും ഒരു ക്രൈസ്തവ ദീപിക ഉണ്ടാകുന്നത് വളരെ അനുഗ്രഹകരമാണ്. സോഹൻലാൽ ഡീക്കറുടെ കൈവശം അതിനു വേണ്ടിയുള്ള നിങ്ങളുടെ വരിസംഖ്യകൾ നൽകി ക്രൈസ്തവ ദീപിക നിങ്ങളുടെ ഭവനങ്ങളിൽ വരുത്തുവാനായിട്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അന്തിമ വോട്ടർ പട്ടിക ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. ദയവായി ശ്രദ്ധിക്കുക. നമ്മുടെ സംഘടനകളുടെ ആരാധനകൾ ഓൺലൈനിൽ ആരംഭിക്കണമെന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും. ദയവായി ആ കാര്യം ശ്രദ്ധിക്കുകയും
കൂട്ടായ്മകളിൽ വന്നു ചേരുവാനായിട്ട്, അത് ഓൺലൈനായിട്ട് അതിൽ പങ്കുചേരാനായിട്ട് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ദയവായി ഇക്കാര്യം ഓർക്കുക. നമ്മുടെ വാട്സപ്പിൽ നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജായിട്ട് അത് വരും, അതിൻ്റെ ലിങ്ക് വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ സമയത്ത് അതിനകത്ത് പ്രവേശിക്കാവുന്നതാണ്. യുവജന സംഘടനയുടെ ആരാധന ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് ക്രമീകരിച്ചിരിക്കുക. യുവജന സംഘടനയിലെ എല്ലാ അംഗങ്ങളും അതിൽ കടന്നു വരാനായിട്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ വരുന്ന ആഴ്ച നമുക്കെല്ലാവർക്കും ദൈവകൃപ നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഒരാഴ്ചയായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ദിവ്യമായ കൃപയും ആശീർവാദവും എല്ലാവരോടും കൂടിയിരിക്കട്ടെ. പ്രത്യേകിച്ച് ജന്മനാൾ ആഘോഷിക്കുന്നവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവർക്കും ഇടവകയുടെ പേരിലുള്ള എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അളവ് കൂടാതെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. തുടർന്ന് തിരുവചന ധ്യാനത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ചേർന്ന് കൺവെൻഷൻ പാട്ടുപുസ്തകത്തിലെ 58-ാമത്തെ ഗീതം ചേർന്ന് പാടാം. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കൺവെൻഷൻ പാട്ടുപുസ്തകത്തിലെ 58-ാമത്തെ ഗീതം പാടുന്ന സമയത്ത് സ്തോത്രക്കാഴ്ച സമർപ്പിക്കുകയും ചെയ്യാം. കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വഴിയൊരുക്കും അവൻ നാഴികളിൽ, വലം കൈ പിടിച്ചവൻ വഴി നടത്തും. വഴിയൊരുക്കും അവൻ നാഴികളിൽ, വലം കൈ പിടിച്ചവൻ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കൊരു മാറ്റവുമില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കൊരു മാറ്റവുമില്ല. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും.
കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, അടിപ്പിണരാലവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാലവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. പ്രാർത്ഥിക്കാം. സമാധാനം നൽകുന്ന ഞങ്ങളുടെ ദൈവമേ, എല്ലാ സംഘർഷങ്ങളുടെയും മധ്യത്തിൽ സമാധാനം സ്ഥാപിക്കുന്നവരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ നിയോഗിച്ചിരിക്കുമ്പോൾ അവിടുത്തെ വചനത്തിലൂടെ അതിനാവശ്യമായ ദർശനങ്ങളെ നൽകി ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നതിനായി സ്തോത്രം. വചനധ്യാനത്തിനായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ തലകൾ വണക്കുമ്പോൾ കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടേയിരിക്കണമേ. അവിടുത്തെ ദർശനങ്ങൾ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉള്ളങ്ങളെ അവിടുന്ന് തുറക്കണമേ. തിരുവചന ധ്യാനത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണമേ. യേശു ക്രിസ്തു മുഖാന്തിരം തന്നെ. ആമേൻ. ഇരിക്കാം. ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ ഒരു ചെറുകഥയുണ്ട്, ദ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ്. ഈ കഥയിൽ അദ്ദേഹം ഒരു അപ്പനെയും മകനെയും കുറിച്ചാണ് പറയുക. മകൻ്റെ പേര് പാക്കോ എന്നാണ്. ഈ സംഭവം നടക്കുന്നത് സ്പെയിനിലാണ്. സ്പെയിനിൽ അക്കാലത്ത് വളരെ പോപ്പുലറായിട്ടുണ്ടായിരുന്ന ഒരു പേരായിരുന്നു പാക്കോ എന്ന പേര്. ഈ പാക്കോ അപ്പൻ്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ചിന്തിച്ച് ഭവനത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. അവൻ മാഡ്രിഡിൽ എത്തി. അപ്പോൾ അവിടേക്കാണ് ഇവൻ കടന്നുപോയത് എന്ന് അപ്പൻ മനസ്സിലാക്കി. അപ്പൻ വളരെയധികം ദുഃഖമുണ്ടായി. അപ്പൻ മകനെ അന്വേഷിച്ച് ഇവൻ്റെ പിന്നാലെ ഈ പട്ടണത്തിലേക്ക് ചെല്ലുകയാണ്. പട്ടണത്തിൽ ചെന്ന് അപ്പൻ മകനെ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. പലയിടങ്ങളിലും അന്വേഷിച്ചു, എന്നാൽ അപ്പന് മകനെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അവസാനം അപ്പന് ഒരു ചെറിയ ഉപായം തോന്നി. അദ്ദേഹം അവിടുത്തെ ഒരു പ്രാദേശിക പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു. ഇങ്ങനെയാണ് അദ്ദേഹം പരസ്യം കൊടുത്തത്: ഡിയർ പാക്കോ, മീറ്റ് മീ ഇൻ ഫ്രണ്ട് ഓഫ് ദ മാഡ്രിഡ് ന്യൂസ് പേപ്പർ ഓഫീസ് ടുമോറോ അറ്റ് noon. All is forgiven. I love you. എൻ്റെ പ്രിയ പാക്കോ, നാളെ ഉച്ചയ്ക്ക് മാഡ്രിഡിലെ പത്രം ഓഫീസിൻ്റെ മുന്നിൽ എന്നെ കാണുവാനായിട്ട് നീ കടന്നു വരണം. നിൻ്റെ എല്ലാ തെറ്റുകളും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അടുത്ത ദിവസം അപ്പൻ ഈ മകനെ കാണുവാനായി മാഡ്രിഡിലെ പത്രം ഓഫീസിൻ്റെ മുന്നിലേക്ക് യാത്ര ചെയ്യുക. അപ്പൻ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു വലിയ ആൾക്കൂട്ടം. ഹെമിംഗ്വേ പറയുന്നു, അവിടെ 800 പേർ കടന്നു വന്നു. എല്ലാവരുടെയും പേര് പാക്കോ എന്നായിരുന്നു. ക്ഷമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ ജനസമൂഹം അവിടെ ഈ പത്രം ഓഫീസിൻ്റെ മുന്നിൽ ഈ വാർത്ത കേട്ട് കടന്നു വന്നിരിക്കുകയാണ്. 800 പാക്കോമാർ, പാക്കോ എന്നു പേരുള്ള ആളുകൾ. ലോകം മുഴുവൻ ക്ഷമയ്ക്ക് വേണ്ടിയും പ്രശ്നപരിഹാരത്തിന് വേണ്ടിയും കാത്തിരിക്കുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നത് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ മധ്യത്തിലാണ് ഇന്നത്തെ നമ്മുടെ വിഷയം, പീസ് ആൻഡ്
കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്നുള്ളത് അർത്ഥപൂർണമായി തീരുന്നത്, സമാധാനവും സംഘർഷ നിവാരണവും. വിതൗട്ട് റെക്കൺസിലിയേഷൻ ദർ ഇസ് നോ ഫ്യൂച്ചർ. ഡെസ്മണ്ട് ടുട്ടുവിൻ്റെ വാക്കുകളാണ്. ഭാവി അനുരഞ്ജനത്തിൻ്റെതാണ്. അനുരഞ്ജനമില്ലെങ്കിൽ ഭാവിയില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയാണ്. ദക്ഷിണാഫ്രിക്കയിലെ ആംഗ്ലിക്കൻ സഭയുടെ ഒരു മുതിർന്ന ബിഷപ്പായിരുന്നു അദ്ദേഹം എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ സമാധാനത്തിൻ്റെ സ്ഥാപനത്തിന് വളരെ വലിയ ഒരു സ്ഥാനം നിർണയിച്ചു എന്നുള്ളതിന് ഒരു സംശയവുമില്ല. തകർന്നു പോയ ബന്ധങ്ങളെ പുതുക്കുവാനും പുതിയ ബന്ധങ്ങളെ സ്ഥാപിക്കുവാൻ ഈ അനുരഞ്ജനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ മാത്രമേ സംഘർഷങ്ങളെ ഇല്ലാതാക്കുവാനും സമാധാനമുണ്ടാക്കുവാനും കഴിയുകയുള്ളൂ എന്നത് ചരിത്രത്തിലെ യാഥാർത്ഥ്യമാണ്. യുദ്ധത്തിലൂടെ സമാധാനം സ്ഥാപിക്കുവാൻ പരിശ്രമിച്ച എല്ലാ പരിശ്രമങ്ങളും അവസാനം നഷ്ടങ്ങളിലേക്കാണ് കടന്നുപോയത്. ഏറ്റവും അവസാനം കൂടുതൽ നഷ്ടങ്ങൾ മാത്രമേ അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൂ. വെല്ലുവിളിയും പ്രതികാര ചിന്തയും ഒരിക്കലും സമാധാനം ഉണ്ടാക്കുകയില്ല എന്നത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹത്തിലൂടെ അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരുവാൻ, ഐക്യത്തിൻ്റെ അനുഭവത്തിലേക്ക് മടങ്ങിയെത്തുവാനുള്ള ഒരു വിളിയാണ് ഈ പ്രഭാതത്തിലെ ചിന്തകൾ നമുക്ക് നൽകുന്നത്. നെൽസൺ മണ്ടേല ഇപ്രകാരം പറയുന്നു: ഇൻ ദ എൻഡ് റെക്കൺസിലിയേഷൻ ഈസ് എ സ്പിരിച്വൽ പ്രോസസ്. അവസാനം അനുരഞ്ജനം എന്നത് ആത്മീയമായ ഒരു പ്രവൃത്തിയാണ്. വിച്ച് റിക്വയർസ് മോർ ദാൻ ജസ്റ്റ് എ ലീഗൽ ഫ്രെയിംവർക്ക്. നിയമപരമായ ഒരു ചട്ടക്കൂട് മാത്രം കൊണ്ട് ഈ അനുരഞ്ജനം സാധ്യമായി തീരുകയില്ല. ഇറ്റ് ഹാസ് ടു ഹാപ്പൻ ഇൻ ദ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ആണ് ഈ അനുരഞ്ജനം സ്ഥാപിക്കപ്പെടേണ്ടത് എന്നത്. ഇന്നത്തെ വേദഭാഗങ്ങളൊക്കെ ഇപ്രകാരമുള്ള ദർശനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് എന്നത് ഏറ്റവും പ്രാധാന്യമായി നാം മനസ്സിലാക്കുന്നു. ഇന്നത്തെ ചിന്തകളിൽ നിന്ന്, ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന വായനാഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 3 മോഡലുകൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. സമാധാന സ്ഥാപനത്തിനുള്ള 3 മാതൃകകൾ. അതിൽ ഒന്നാമത്തെ മാതൃക നാം കാണുന്നത് പഴയ നിയമ വേദഭാഗത്തിലാണ്. അവിടെയുള്ള ഈ മാതൃകയ്ക്ക് ഇങ്ങനെ നമുക്ക് പേര് കൊടുക്കാം: വിട്ടുകൊടുക്കുക. ഗിവ് ദ ഓപ്പർച്യൂണിറ്റി ടു ദ അതർ പേഴ്സൺ. അബ്രഹാമിനെയും ലോത്തിനെയും കുറിച്ച് നമുക്കറിയാം. വളരെ ധനികരായ 2 മനുഷ്യർ ഈജിപ്തിൽ നിന്ന് കനാൻ ദേശത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ വളരെ സമ്പന്നരായ 2 വ്യക്തികളായിരുന്നു അവർ എന്ന് നാം തിരുവചനത്തിലൂടെ വായിക്കുന്നുണ്ട്. ഇരുവരും വളരെ ധനികരായ മനുഷ്യരാണ്. ഒരുപാട് ആടുമാടുകൾ, ഒരുപാട് കൂടാരങ്ങൾ, അതിനനുസരിച്ച് സ്വത്തുക്കൾ, കൂടെ ജോലി ചെയ്യാനായിട്ട് ആട്ടിടയന്മാരും മറ്റ് സേവകന്മാരും, അതുപോലെ തന്നെ സ്വർണവും വെള്ളിയുമായി ഒരുപാട് സ്വത്ത് സ്വന്തമായി ഉണ്ടായിരുന്ന മനുഷ്യരാണ് ഇവർ 2 പേരും. അവിടെ പറഞ്ഞിരിക്കുന്നു, അവർക്ക് ഒരുമിച്ച് ഇവരുടെ സമ്പത്ത് കാരണം ദേശത്തിന് അവരെ വഹിക്കുവാൻ പോലും കഴിവില്ലാത്ത രീതിയിൽ അത്രയ്ക്ക് സമ്പന്നരായ വ്യക്തികൾ, ഒരുമിച്ച് താമസിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അത്രയും സമ്പന്നരായ വ്യക്തികളാണ് അവർ. കുറച്ചുനാൾ അങ്ങനെ താമസിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുവരുടെയും ആട്ടിടയന്മാർ തമ്മിൽ കന്നുകാലികളെ മേയ്ക്കുന്നതിനെ ചൊല്ലി തർക്കമുണ്ടായി. ഈ തർക്കം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ അബ്രഹാം തന്നെ മുൻകൈയെടുത്ത് ഈ പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നതാണ് ഈ വേദഭാഗത്തിൽ നാം കാണുന്നത്. ഒരു സൊല്യൂഷൻ അദ്ദേഹം പറയുക. അദ്ദേഹം പറയുന്ന സൊല്യൂഷൻ ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുന്നു: എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ. നാം സഹോദരന്മാരല്ലോ. ദേശമെല്ലാം നിൻ്റെ മുമ്പിൽ ഇല്ലയോ? എന്നെ വിട്ടു പിരിഞ്ഞാലും നീ ഇടത്തേക്കെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. അവിടെ അബ്രാമിൻ്റെ വാക്കുകളിൽ നാം മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി അദ്ദേഹം പറയുന്നുണ്ട്: നമുക്ക് പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലയോ. ഈ ഒരു ബോധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ലോകത്തിലെ സകലരും നമ്മുടെ സഹോദരന്മാരാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. സ്കൂളിൽ നാം എടുക്കുന്ന പ്രതിജ്ഞയുണ്ട്: ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. സകലരും എൻ്റെ സഹോദരങ്ങളാണ് എന്നുള്ളൊരു ബോധ്യം
ഇവിടെ അബ്രഹാമിനുണ്ടായിരുന്ന ഒരു ബോധ്യം അത് തന്നെയാണ്. അത് ദൈവം നൽകുന്ന ഒരു ബോധ്യമാണ്. ദൈവഭയത്തിലൂടെ ലഭ്യമാകുന്ന ആത്മീയതയുടെ ഒരു ബോധ്യമാണ്. ഇത് എൻ്റെ സഹോദരനാണ് എന്നുള്ളൊരു ബോധ്യം. അബ്രഹാമിന് അറിയാമായിരുന്നു, ഡാർക്ക്നെസ് കനോട്ട് ഡ്രൈവ് ഔട്ട് ഡാർക്ക്നെസ്, ഓൺലി ലൈറ്റ് ക്യാൻ ഡു ഇറ്റ്. അന്ധകാരത്തിന് അന്ധകാരത്തെ മാറ്റുവാനായിട്ട് കഴിയുകയില്ല, വെളിച്ചത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഹെയ്റ്റ് കനോട്ട് ഡ്രൈവ് ഔട്ട് ഹെയ്റ്റ്, ഓൺലി ലവ് ക്യാൻ ഡു ദാറ്റ്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറുടെ വാക്കുകളാണ്. വെറുപ്പിനെ ഇല്ലാതാക്കുവാനായിട്ട് കഴിയുകയില്ല, സ്നേഹത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇവിടെ രണ്ടുപേരുടെയും ഇടയന്മാർ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അബ്രഹാം പറയുകയാണ്, നമുക്ക് ഇവിടെ നിന്ന് പിണക്കമുണ്ടാക്കാതെ രണ്ടിടങ്ങളിലേക്ക് മാറി താമസിക്കാം. പലപ്പോഴും ഒരു മാറി താമസിക്കലിലൂടെ തീർക്കാവുന്ന പ്രശ്നങ്ങളാണ് അതുണ്ടാക്കാതെ വളർത്തി വലുതാക്കി പിന്നെ ചോരപ്പുഴയൊഴുകുന്ന രീതിയിൽ സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മുടെ ചുറ്റുപാടുകൾ നാം പരിശോധിച്ചാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ അബ്രഹാം നേരത്തെ തന്നെ ഇത് മുൻകൂട്ടി കണ്ട് ലോത്തിനോട് പറയുകയാണ്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, ഈ ദേശം മുഴുവൻ നിൻ്റെ മുന്നിലുണ്ടല്ലോ, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ലോത്ത് നോക്കിയപ്പോൾ കൊള്ളാം, യോർദാൻ്റെ അടുക്കുള്ള പ്രദേശം നീരോട്ടമുള്ള പ്രദേശമാണ്, വളരെ ഫലഭൂയിഷ്ടമായ പ്രദേശമാണ്. അതോടൊപ്പം തന്നെ അതിനെ കാണാൻ യഹോവയുടെ തോട്ടം പോലെ വളരെ മനോഹരമാണ് എന്ന് ലോത്ത് കാണുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, മിസ്രയീം ദേശം പോലെയാണ് ഈ ദേശം. വളരെ സാംസ്കാരികമായി ഉയർന്ന, സാങ്കേതികമായി വളർച്ച പ്രാപിച്ച ഒരിടമായി നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ ഈ സോദോം ഗൊമോറ ദേശങ്ങളൊക്കെ ഇപ്രകാരമുള്ള ഇടമായിരുന്നു എന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത്. അപ്രകാരം ഏറ്റവും ബെസ്റ്റ് ലോത്ത് തിരഞ്ഞെടുത്തു. അബ്രഹാമിൻ്റെ വശത്ത് നിന്ന് ഇത് ചിന്തിച്ചാൽ ഒരുപക്ഷെ ഒരുപാട് നഷ്ടങ്ങളാണ് എന്ന് ചിന്തിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അയ്യോ, എനിക്ക് തിരഞ്ഞെടുക്കാമായിരുന്നല്ലോ, ഞാൻ എന്തിനാണ് ലോത്തിനെ വിട്ടുകൊടുത്തത് എന്ന് അബ്രഹാമിന് ചിന്തിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അബ്രഹാം അപ്രകാരം ചിന്തിക്കുന്നതായി നാം കാണുന്നില്ല. ലോത്ത് തിരഞ്ഞെടുത്ത ഭാഗത്തേക്ക് താമസിക്കുവാൻ അവനെ അയക്കുന്നു. അബ്രഹാം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവുകയാണ്. കനാൻ ദേശത്ത് തന്നെ പാർത്തു എന്ന് നാം വായിക്കുന്നു. തിരഞ്ഞെടുപ്പിനുള്ള സാധ്യതകൾ സ്വന്തമായി എല്ലാ അധികാരത്തോടും കയ്യിലുള്ളപ്പോഴും അത് മറ്റേയാളിന്, സ്വന്തം സഹോദരന് വിട്ടുകൊടുക്കുവാനായിട്ട് കഴിയുമോ? അതാണ് സമാധാനം സ്ഥാപിക്കുവാനുള്ള ഒരു മാർഗം എന്ന് തിരുവചനം നമ്മോട് പറയുകയാണ്, വിട്ടുകൊടുക്കുക. രണ്ടാമത്തെ മാതൃക നാം കണ്ടെത്തുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലാണ്. അതിന് ഇപ്രകാരം നമുക്ക് പേരിടാം, വികേന്ദ്രീകരിക്കുക, ഡീസെൻട്രലൈസ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇൻക്ലൂഡ് അതേഴ്സ്. നമ്മുടെ കൈവശമുള്ള അധികാരങ്ങളെ വികേന്ദ്രീകരിച്ച് ഓരോ വ്യക്തികളുടെയും കഴിവുകൾക്കനുസരിച്ച് അവരുടെ കൈവശം ഏൽപ്പിക്കുകയും അവരെയും ശുശ്രൂഷയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നത് സംഘർഷം നിവാരണത്തിനുള്ള രണ്ടാമത്തെ മാതൃകയായി ഇന്നത്തെ വേദഭാഗത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. There is no reconciliation until you recognize the dignity of the other. മറ്റേയാളുടെ ബഹുമാന്യതയെ അല്ലെങ്കിൽ ശ്രേഷ്ഠതയെ നിങ്ങൾ അംഗീകരിക്കുന്നത് വരെയും അനുരഞ്ജനം സാധ്യമാവുകയില്ല. Until you see their view, അവരുടെ വീക്ഷണം നിങ്ങൾ കാണുന്നത് വരെയും you have to enter into the pain of the people. നിങ്ങൾ മറ്റുള്ളവരുടെ വേദനയുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയണം. You have got to feel their need. അവരുടെ ആവശ്യം അനുഭവിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയണം. ജോൺ എം പെർക്കിൻസ് പറയുന്ന വാക്കുകളാണിത്. മറ്റൊരാളുടെ വശത്തു നിന്ന് ഏതൊരു കാര്യത്തെയും വിലയിരുത്തുവാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ സമാധാനമുണ്ടാക്കുവാനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് മാത്രമാണ് സത്യം എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ അതേ കാര്യത്തിൻ്റെ മറുവശം എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ വരും. സമാധാനം സ്ഥാപിക്കണമെങ്കിൽ ഒരേ കാര്യത്തിന് പല വശങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ആ വശങ്ങളൊക്കെയും അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ സത്യമാണെന്നും ശരിയാണെന്നും ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ അവർക്ക് വേണ്ടി അവരുടെ വേദന തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ഭാഗം ചിന്തിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ പ്രതിസന്ധികളുടെയും മധ്യത്തിൽ, എല്ലാ സംഘർഷങ്ങളുടെയും മധ്യത്തിൽ മറുവശത്ത് നിൽക്കുന്ന ആളുടെ ഭാഗത്തു നിന്ന് ആ പ്രശ്നത്തെ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം
6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമാണ്. 2 ഭാഷക്കാർ അവിടെയുണ്ട് ക്രിസ്തീയ സഭയ്ക്കുള്ളിൽ. അപ്പോഴും ക്രിസ്തീയ സഭയ്ക്ക് ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് ലഭ്യമായിട്ടില്ല. അത് പിന്നെയാണ് സംഭവിക്കുക. അവിടെ വിശ്വസിച്ചവരുടെ കൂട്ടം ഒരുമിച്ച് കൂടി വരികയാണ്. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം പെന്തക്കോസ്ത് നാൾ തുടങ്ങി വളരെ വലിയ സമൂഹങ്ങളാണ് സഭയോട് ചേർന്നുകൊണ്ടേയിരിക്കുന്നത്. 3000 പേർ ആദ്യം, പിന്നെ അതിനുശേഷം 5000-ലധികം പേർ, പിന്നെ ഓരോ ദിവസവും കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഈ സംഭവം. ഒരുപാട് ആളുകൾ അവിടെ കടന്നു വന്നു, ഒരുപാട് ആളുകൾ ഒരുമിച്ച് ഈ സഭയുടെ ഭാഗമായി കൊണ്ടിരിക്കുമ്പോൾ യവന ഭാഷക്കാരുടെ ഒരു പിറുപിറുപ്പാണ് അവിടെ സംഭവിക്കുക. ഞങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ പരാതി പറഞ്ഞു. ഈ പരാതി അപ്പോസ്തലന്മാർ 12 ഏറ്റെടുത്തു എന്നാണ് നാം കാണുന്നത്. ഉടൻ തന്നെ ആ പ്രശ്നത്തെ മനസ്സിലാക്കിയ ഉടൻ തന്നെ അതിനെ പരിഹരിക്കുവാനായിട്ട് എല്ലാ ശിഷ്യന്മാരെയും അവരൊരുമിച്ച് കൂട്ടി. ഇന്നത്തെ ലോകത്തിലേക്ക് നാം നോക്കിയാൽ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്ത് പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഇന്നത്തെ ലോകത്തിലില്ല. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉടൻ തന്നെ ഈ സഭയുടെ മൂപ്പന്മാരായിരിക്കുന്ന 12 ഈ ശിഷ്യന്മാരെ മുഴുവൻ, വിശ്വസിച്ചവരുടെ കൂട്ടത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുകയാണ്. അവരൊരുമിച്ച് കൂടി ആ പ്രശ്നത്തെ ചർച്ച ചെയ്യുകയാണ്. ആ പ്രശ്നത്തെ ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരവും അവർ കണ്ടെത്തുകയാണ്. നിങ്ങളിൽ നിന്ന് 7 പുരുഷന്മാരെ തിരഞ്ഞെടുക്കുക. ഞങ്ങൾ ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അവർ ഈ മേശമേലുള്ള ശുശ്രൂഷ നിർവഹിക്കട്ടെ എന്ന് പറഞ്ഞ് അതിനൊരു പരിഹാരം നിശ്ചയിക്കുകയാണ്. മറ്റുള്ളവരെ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു സമീപനമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുക. എല്ലാ പ്രശ്നത്തിനും പരിഹാരം അത് തന്നെയാണ്, ഉൾപ്പെടുത്തുക. മറ്റുള്ളവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർക്കും അവസരങ്ങൾ നൽകിക്കൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുവാനും ഒരുമിച്ച് വളരുവാനും കഴിയുമെങ്കിൽ മാത്രമേ സമാധാനം സ്ഥാപിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരങ്ങളെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നമുക്കറിയാം. സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖൊരോസ്, നിക്കാനോർ, തിമോർ, പർമനോസ്, നിക്കലോവോസ് എന്നിവരാണ്. ഇവരെയൊക്കെ തിരഞ്ഞെടുത്ത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയമിക്കുകയാണ്. നോക്കണേ, യവന ഭാഷക്കാർ വന്ന് പരാതി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അവരിൽ നിന്നുള്ള ആളുകളെ കൂടെ ഈ ശുശ്രൂഷയ്ക്കുള്ളിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. അവരെ ഒഴിവാക്കി വിടുകയല്ല, അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുകയല്ല. അവരിൽ നിന്ന് കഴിവുള്ള, അവിടെ നമുക്ക് കാണുന്നു വളരെ പ്രധാനമായിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ്, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള സഹോദരന്മാരെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തണം. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യം കേൾപ്പിച്ച വ്യക്തികളെ കൂടെ ശുശ്രൂഷയിലേക്ക് ചേർക്കുന്നത് ശുശ്രൂഷയുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണ്. നമുക്കറിയാം, അവിടെ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിഞ്ഞു. അതുപോലെ മറ്റുള്ളവരെ കരുതുന്ന ശുശ്രൂഷ ഈ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളും കൂടെ ചേർന്ന് നിർവഹിക്കുകയാണ്. നോക്കണേ, എത്ര ശ്രേഷ്ഠമായ ഒരു മാതൃകയാണ്. സമാധാനം സ്ഥാപിക്കുവാനും പ്രശ്നം പരിഹരിക്കുവാനും തിരുവചനം നമുക്ക് നൽകുന്ന 2ാമത്തെ മാതൃക വികേന്ദ്രീകരിക്കുക എന്ന മാതൃകയാണ്. 1ാമത് നാം കേട്ടത് വിട്ടുകൊടുക്കുക എന്ന മാതൃക, 2ാമത് വികേന്ദ്രീകരിക്കുക എന്ന മാതൃകയാണ്. 3ാമത്തെ മാതൃക നാം കാണുന്നത് സുവിശേഷ ഭാഗത്തിലാണ്. അതിന് നമുക്ക് നൽകുവാൻ കഴിയുന്ന പേര് വില നൽകുക എന്നതാണ്. Affirm the value of every person. Affirm the value of every person. ഓരോ വ്യക്തിക്കും മൂല്യമുണ്ട്. അവരുടെ മൂല്യത്തെ അംഗീകരിക്കുകയും അവരുടെ മൂല്യത്തിന് വില നൽകുകയും ചെയ്യുക എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമായി നമുക്ക് കാണാം. പീസ് കം ഫ്രം ബീങ് ഏബിൾ ടു കോൺട്രിബ്യൂട്ട് ദ ബെസ്റ്റ് ദാറ്റ് വി ഹാവ്. നമുക്കുള്ള ഏറ്റവും ശ്രേഷ്ഠമായത് നമുക്ക് നൽകുവാൻ കഴിയുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്. And all that we are towards creating a world that supports everyone. നമുക്കുള്ളതെല്ലാം പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ സകലരെയും ഒരുപോലെ കരുതുന്ന ഒരു ലോകം നിർമ്മിക്കുവാൻ നമുക്ക് സാധ്യമാകും. But it is also securing the space for others to contribute the best that they have and all that they are.
അതോടൊപ്പം തന്നെ മറ്റുള്ളവർ എങ്ങനെയായിരിക്കുന്നോ അതും അവർക്കുള്ള ഏറ്റവും ശ്രേഷ്ഠമായതും പങ്കുവയ്ക്കുവാനുള്ള ഒരു ഇടവും കൂടെ നിർമ്മിച്ചു നൽകുകയും ചെയ്യുമ്പോഴാണ് സമാധാനമുണ്ടാകുന്നത് എന്ന് ഹഫ്സത്ത് അബ്യോളിയ പറഞ്ഞിരിക്കുക. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. നമുക്കുള്ള ഏറ്റവും ശ്രേഷ്ഠമായത് നമ്മൾ നൽകണം, അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായത് നൽകുവാൻ അവർക്കും ഇടം നാം ഒരുക്കി നൽകുക എന്നതാണ് സമാധാനം സ്ഥാപിക്കുവാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ വഴി. അവരിലെ മൂല്യം തിരിച്ചറിഞ്ഞ് അവരെയും ഉൾപ്പെടുത്തുവാൻ കഴിയുന്ന ആ ഇടം വിശാലമാക്കുന്ന ഒരു പ്രവൃത്തിയാണ് സംഘർഷ നിവാരണത്തിന് കാരണമായി തീരുക. ഇവിടെ യജമാനെയും കൂലിക്കാരെയും നമുക്കറിയാം. വീട്ടുടയവൻ രാവിലെ ഇറങ്ങുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഈ വീട്ടുടയവൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലിക്ക് വേണ്ടി ആളുകളെ അന്വേഷിച്ചിറങ്ങുകയാണ്. പ്രഭാതത്തിൽ പുലർച്ചയ്ക്ക് അദ്ദേഹം പോയപ്പോൾ കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ വിളിച്ച് അവർക്ക് ഒരു വെള്ളിക്കാശ് പറഞ്ഞൊത്ത് അവരെ തോട്ടത്തിലേക്ക് അയക്കുന്നു. അവർ രാവിലെ മുതൽ ജോലി തുടങ്ങി. അദ്ദേഹം വീണ്ടും പോവുകയാണ് 3-ാം മണി നേരത്ത്. അപ്പോഴും അവിടെ വീണ്ടും കുറേ പേർ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ട് അവരെയും തോട്ടത്തിലേക്ക് അയക്കുകയാണ്. 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും അദ്ദേഹം അതുപോലെ ചെയ്തു. 11-ാം മണി നേരത്ത് അദ്ദേഹം പോയപ്പോൾ ഏകദേശം ജോലിയൊക്കെ തീരുന്ന സമയമായി. അപ്പോഴും അവിടെ കുറേ ആളുകൾ മെനക്കെട്ട് നിൽക്കുകയാണ്. അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? അയ്യോ, ഞങ്ങളെ ആരും ജോലിക്ക് വിളിച്ചില്ല. ഓക്കെ, ശരി, നിങ്ങൾ എൻ്റെ തോട്ടത്തിലേക്ക് പോയി അവിടെ ജോലി ചെയ്തുകൊള്ളുക. അവരെയും അയച്ചു. വൈകുന്നേരമായപ്പോഴത്തേക്ക് അവിടെ കാര്യസ്ഥനെ അദ്ദേഹം വിളിച്ച് ഓരോ ജോലിക്കാർക്കും ഏറ്റവും അവസാനം വന്നവർ മുതൽ ആദ്യം വന്നവരിലേക്ക് അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ കൂലി നൽകുവാനായിട്ട് നിയോഗിച്ചു. അവസാനം വന്ന ആളുകൾ വന്നു. അവർക്ക് ഒരു വെള്ളിക്കാശ് കിട്ടി. അവർ സന്തോഷത്തോടു കൂടെ വാങ്ങിക്കൊണ്ടുപോയി. അപ്പോൾ പുറകെ നിന്ന ആളുകൾ ചിന്തിച്ചു, അയ്യോ കൊള്ളാമല്ലോ, അവസാനം വന്നയാളിന് 1 കിട്ടി, അപ്പം ഞങ്ങൾക്ക് കുറേ അധികം കൂടുതൽ കിട്ടുമായിരിക്കും. കൂടുതൽ കിട്ടാനുള്ള ആഗ്രഹവും താല്പര്യവുമാണ് സംഘർഷത്തിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്കറിയാം. ലോകത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇതുപോലെ കൂടുതലിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങളാണ്. കൂടുതൽ പ്രിവിലേജസിന് വേണ്ടിയും കൂടുതൽ പണത്തിന് വേണ്ടിയും കൂടുതൽ സൗകര്യങ്ങൾക്ക് വേണ്ടിയും കൂടുതൽ അധികാരത്തിന് വേണ്ടിയുമുള്ള പരിശ്രമങ്ങളാണ് സമാധാനത്തെ നശിപ്പിക്കുന്നത് എന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ അവരുടെ ചിന്ത, എനിക്ക് കൂടുതൽ കിട്ടും, എനിക്ക് കൂടുതൽ കിട്ടണം, കാരണം എനിക്ക് അവകാശമുണ്ട്. അവസാനം വന്നവന് 1 കിട്ടിയെങ്കിൽ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് കുറേ കൂടുതൽ കിട്ടിയെങ്കിലേ ശരിയാവുകയുള്ളൂ. അവർക്കും കിട്ടി ഒരു വെള്ളിക്കാശ്. പിറുപിറുക്കാൻ തുടങ്ങി അല്ലേ? പിറുപിറുപ്പ് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. ഒന്നും തൃപ്തിപ്പെടില്ല. അത് തൃപ്തിയില്ലാതാവാൻ കാരണം എന്താ? മറ്റവന് കിട്ടിയതും എനിക്ക് കിട്ടിയതും ഒരുപോലെ ആയിപ്പോയി. എനിക്ക് ഇത്തിരി കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പം ഇവിടെ 2 പേർക്കും ഒരുപോലെ കിട്ടിപ്പോയി എന്നുള്ളതാണ് പ്രശ്നം. അപ്പം ഇവിടെ ആ മനുഷ്യരെല്ലാവരും പിറുപിറുക്കുന്നത് കേട്ടിട്ട് ഈ വീട്ടുടയവൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ചങ്ങാതി, താനെന്തിനാ പിറുപിറുക്കുന്നത്? തനിക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞത് തന്നിട്ടില്ലേ? പിന്നെന്താ? എനിക്കുള്ള സമ്പത്ത് അവനും അതുപോലെ കൊടുക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ നിനക്കെന്താ കുഴപ്പം? നിനക്ക് കണ്ണുകടിയുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വളരെ ശ്രദ്ധേയമായൊരു വാക്കാണ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള മൂല്യമുണ്ട്. ഈ 11-ാം മണി നേരത്തെ മെനക്കെട്ട് നിന്നവന് അന്ന് ജോലിയില്ലെങ്കിൽ വൈകുന്നേരം വീട്ടിൽ അവൻ്റെ കുടുംബം പട്ടിണിയാണ്. വീട്ടുടയവൻ അതറിയാം. അതുകൊണ്ടാണ് ആ മനുഷ്യൻ്റെയും വർത്ത് അംഗീകരിച്ചുകൊണ്ട്, ആ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനും അന്നത്തെ വൈകുന്നേരത്തെ ഭക്ഷണത്തിനാവശ്യമായത് നൽകുവാൻ ഒരുക്കമുള്ളവനായി അവനെയും തൻ്റെ തോട്ടത്തിലേക്ക് അയച്ച് അവനും ശമ്പളം നൽകി അവനെ വീട്ടിലേക്ക് അയക്കുന്നത്. എത്ര ശ്രേഷ്ഠമായ ഒരു മാതൃകയാണ്. എല്ലാവരെയും തുല്യരായി കാണുകയാണ് നേതൃത്വത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കഴിവ്. ലോകത്തിൻ്റെ സമാധാനത്തിന് മറ്റൊന്നും വേണ്ട. എല്ലാ മനുഷ്യരെയും തുല്യരായി കണ്ടാൽ മാത്രം മതി. എല്ലാവരും ഒരുപോലെ മൂല്യമുള്ളവരാണെന്നും എല്ലാവർക്കും ഒരുപോലെ സാധ്യതയുള്ളവരാണെന്നും എല്ലാവരും ഒരുപോലെ ആവശ്യക്കാരാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് റിസോഴ്സസിനെ ഒരുപോലെ പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയുമ്പോൾ സമാധാനം സ്ഥാപിക്കപ്പെടും എന്നതിന് ഒരു സംശയവുമില്ല. കർത്താവ് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ പ്രശ്നവും പരിഹരിക്കുവാനുള്ള മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട്. ദൈവവചനത്തിനനുസൃതമായി നാം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവം. പീസ് ഡസ് നോട്ട് മീൻ ആൻ ആബ്സെൻസ് ഓഫ് കോൺഫ്ലിക്റ്റ്. സംഘർഷങ്ങളുടെ അസാന്നിധ്യമല്ല സമാധാനം. ഡിഫറൻസസ് വിൽ ബി ഓൾവേസ് ദെയർ.
വ്യത്യാസങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. പീസ് മീൻസ് സോൾവിങ് ദീസ് ഡിഫറൻസസ് ത്രൂ പീസ്ഫുൾ മീൻസ്. സമാധാനത്തിൻ്റെ വഴികളിലൂടെ ഈ വ്യത്യസ്തതകളെ പരിഹരിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് സമാധാനം ലഭ്യമാകുന്നത്. ത്രൂ ഡയലോഗ്, എഡ്യൂക്കേഷൻ, നോളജ് ആൻഡ് ത്രൂ ഹ്യൂമൻ വേസ്. മനുഷ്യത്വപരമായ വഴികളിലൂടെ, ജ്ഞാനത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും പരസ്പരമുള്ള സംഭാഷണങ്ങളിലൂടെയും ഈ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ കഴിയുമ്പോൾ സമാധാനം യാഥാർത്ഥ്യമായി തീരും. 14-ാമൻ ദലൈലാമ പറഞ്ഞ വാക്കുകളാണ്. സമാധാനം യാഥാർത്ഥ്യമാക്കുവാൻ അതാണ് വഴി. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബത്തിൽ സംഭവിച്ച കാര്യം എനിക്കറിയാം. ഒരു അപ്പപ്പൻ്റെ മക്കളാണ്. ഇങ്ങനെ 2-3 തലമുറ കഴിഞ്ഞപ്പോഴത്തേക്ക് പഴയ കാലത്ത് വീടുകൾക്ക് പടിപ്പുരയും തായ് വീടും അതിനുശേഷം അറപ്പുരയും അങ്ങനെ 3-4 ഭാഗങ്ങളുണ്ടായിരുന്നു. ഓരോ അപ്പൂപ്പന്മാർക്ക് വലിയ അപ്പൂപ്പൻ മക്കൾക്ക് ഈ ഓരോ ഭാഗവും നൽകി. ഒരാളിന് പടിപ്പുര കൊടുത്തു, ഒരാളിന് തായ് വീട് കൊടുത്തു, ഒരാളിന് അറപ്പുര കൊടുത്തു. അപ്പോൾ ഓരോ കുടുംബങ്ങൾ അവിടെ താമസിക്കാൻ തുടങ്ങി. അവരുടെ കാലം കഴിഞ്ഞപ്പോൾ അവരുടെ മക്കൾ താമസിക്കാൻ തുടങ്ങി. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ തായ് വീട്ടിൽ താമസിക്കുന്ന ഈ കുടുംബവും പടിപ്പുരയിൽ താമസിക്കുന്ന കുടുംബവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. പ്രശ്നം വേറൊന്നുമില്ല, രാവിലെ ആകുമ്പോൾ തൂക്കാൻ തുടങ്ങും. പടിപ്പുരയിലുള്ള ആൾ തായ് വീടിൻ്റെ മുൻവശം വരെ ഇങ്ങനെ തൂക്കും. അപ്പോൾ ആ തായ് വീട്ടിൽ താമസിക്കുന്നയാൾ ഇങ്ങോട്ട് തൂക്കും പടിപ്പുര വരെ. അപ്പോൾ രണ്ടുപേരും അധികാരം സ്ഥാപിക്കുകയാണ്. വേറൊന്നുമില്ല, അതിനിടയ്ക്ക് ഒരു കിണറുണ്ട്. ഈ കിണറാണെങ്കിൽ വലിയ താഴ്ചയുള്ള കിണർ, അതിനകത്ത് വെള്ളവുമില്ല. അപ്പോൾ 2 പേർക്കും ആവശ്യം ഈ ഒരു കിണറാണ്. അപ്പോൾ ഈ കിണർ സ്വന്തമാക്കുകയാണ്. രാവിലെ ഇങ്ങനെ തൂപ്പാണ്, തൂത്ത് സ്വന്തമാക്കുകയാണ്. ഈ വഴി കുറച്ച് ദിവസം കഴിഞ്ഞ് ആദ്യം തൂപ്പ് മാത്രമേ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം തുടങ്ങി, പിന്നെ നല്ല ഭാഷകളൊക്കെ പറയാൻ തുടങ്ങി, പ്രശ്നമായി. അവസാനം പ്രശ്നം പള്ളിയിലെത്തി. അങ്ങനെ നാട്ടുകാരൊക്കെ ഇടപെട്ടു, സഭയിൽ നിന്ന് പുരോഹിതരും മറ്റുള്ളവരും ഒക്കെ ഇടപെട്ടു. ഏറ്റവും അവസാനം ഈ തായ് വീട്ടിലുള്ള ആളുകൾ തീരുമാനിച്ചു, ഓക്കെ ഈ കിണർ അവർക്കും കൊടുത്തേക്കാം. അന്ന് മുതൽ പ്രശ്നമൊന്നുമില്ല. പലപ്പോഴും വിട്ടുകൊടുക്കാനുള്ള ഒരു ചെറിയ മടിയാണ് അടിയും പ്രശ്നങ്ങളിലേക്കും സംഘർഷത്തിലേക്കും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ സമാധാനം തന്നെ ഇല്ലാതാക്കുന്നത്. ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുക്കാനായിട്ട് മനസ്സുള്ളവരാകുമ്പോൾ, തുറന്ന മനസ്സോടുകൂടെ അയാൾ എൻ്റെ സഹോദരനാണ് എന്ന് പറയുവാൻ കഴിയുമ്പോൾ തീരാവുന്നതേയുള്ളൂ എല്ലാ പ്രശ്നങ്ങളും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാഷ്ട്രത്തിലൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചിലത് വിട്ടുകൊടുത്താൽ തീരുന്ന പ്രശ്നങ്ങളാണ്, ചിലത് ഉൾപ്പെടുത്തിയാൽ തീരുന്ന പ്രശ്നങ്ങളാണ്. അധികാരങ്ങളെ വികേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ വ്യക്തികളെയും ഉൾപ്പെടുത്തിയാൽ തീരുന്ന പ്രശ്നങ്ങളാണ്. മറ്റു ചിലത് അവരവരുടെ മൂല്യങ്ങൾ അംഗീകരിക്കുമ്പോൾ തീരുന്ന പ്രശ്നങ്ങളാണ്. ഓരോ പ്രശ്നത്തിനും പരസ്പരമുള്ള ചർച്ചകളിലൂടെ, ഒരുമിച്ചുള്ള കൂട്ടായ പരിശ്രമത്തിലൂടെ, ദൈവഭയത്തോടുകൂടെ, ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥനയോടുകൂടെ ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ നാം പരിശ്രമിച്ചാൽ തീർച്ചയായും ലോകം സമാധാനം നിറഞ്ഞതായിത്തീരും. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ക്രിസ്തീയ വിശ്വാസികളെന്നുള്ള നിലയിൽ, ഈ സമൂഹത്തിലെ അംഗങ്ങളെന്നുള്ള നിലയിൽ, ഈ രാഷ്ട്രത്തിലെ പൗരന്മാരെന്നുള്ള നിലയിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ ദൗത്യം നിർവഹിക്കാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ചേർന്ന് 271 ഗീതം ചേർന്ന് പാടാം. ആരാധനയ്ക്കുള്ള പാഠ്യപുസ്തകത്തിലെ 271 ഗീതം, എപ്പോഴും ഞാൻ സന്തോഷിക്കും എൻ യേശു എൻ്റെ ഗാനം. എപ്പോഴും ഞാൻ സന്തോഷിക്കും എൻ യേശു എൻ്റെ ഗാനം. എല്ലായിടവും ആഘോഷിക്കും എൻ്റെ രക്ഷകന്റെ ദാനം. യേശുവേ നീ സ്വർഗത്തിൽ എൻ്റെ നാമം എഴുതി, ആരും എടുക്കാത്ത ഈ ഭാഗ്യം എൻ സന്തോഷം. നിൻ രാജ്യത്തിനൊരന്യനായി ഭൂമിയിൽ ഞാൻ ഉഴന്നു. നീ വന്നതാലെ ധന്യനായി
പ്രവേശനം നീ തന്നു. യേശുവേ നീ സ്വർഗത്തിൽ എന്റെ നാമം എഴുതി, ആരും എടുക്കാത്ത ഈ ഭാഗ്യം എൻ സന്തോഷം. മഹത്വമുള്ള രക്ഷക നീ തന്നെ സ്വർഗവാതിൽ, സ്വർഗീയ ഗീതങ്ങൾ ഇതാ ധ്വനിക്കുന്നെന്റെ കാതിൽ. യേശുവേ നീ സ്വർഗത്തിൽ എന്റെ നാമം എഴുതി, ആരും എടുക്കാത്ത ഈ ഭാഗ്യം എൻ സന്തോഷം. മാനവും എനിക്കില്ലെങ്കിലെന്ത്, സ്വർഗീയ പേരും സ്ഥാനവും തരും എൻ ദിവ്യബന്ധു. യേശുവേ നീ സ്വർഗത്തിൽ എന്റെ നാമം എഴുതി, ആരും എടുക്കാത്ത ഈ ഭാഗ്യം എൻ സന്തോഷം. തന്യായ തീർപ്പു കേൾക്കുമ്പോൾ അനേകർ ഭ്രമിച്ചിടും, എനിക്കോ യേശുരാജൻ ചൊൽ നിത്യാനന്ദം നൽകിയിടും. യേശുവേ നീ സ്വർഗത്തിൽ എന്റെ നാമം എഴുതി, ആരും എടുക്കാത്ത ഈ ഭാഗ്യം എൻ സന്തോഷം. സന്തോഷമേ സന്തോഷമേ എൻ ദൈവത്തിനു സ്തോത്രം. എൻ ജീവനാം എൻ യേശുവേ നീയും സ്തുതിക്കു പാത്രം. യേശുവേ നീ സ്വർഗത്തിൽ എന്റെ നാമം എഴുതി, ആരും എടുക്കാത്ത ഈ ഭാഗ്യം എൻ സന്തോഷം. പ്രാർത്ഥിക്കാം. സമാധാനത്തിലെ ദൈവമേ, അവിടുത്തെ സമാധാനം ഈ ലോകത്തിൽ പങ്കുവയ്ക്കുന്നവരായി അങ്ങയെ മഹത്വപ്പെടുത്തി സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ കൊച്ചു ജീവിതത്തിൽ പരസ്പരം വിട്ടുകൊടുക്കുന്നവരായി, ക്ഷമിക്കുന്നവരായി, സഹോദരങ്ങളെന്ന് കണ്ട് പരസ്പരം കരുതുന്നവരായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ സംഘർഷങ്ങളുടെയും മധ്യത്തിൽ സമാധാനം സ്ഥാപിക്കുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവിൻ്റെ ദിവ്യകൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ഇന്നത്തെ ആരാധന ആരംഭിച്ച സമയം മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ആവസിച്ചതിനായി സ്തോത്രം. കർത്താവെ, സ്തോത്ര കാഴ്ചകളുമായി തിരുസന്നിധിയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തുതിക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയ എല്ലാ നന്മകൾക്കായും ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. തിരുകൃപയുടെ തണലിൽ അവിടുന്ന് സൂക്ഷിക്കണമേ. അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജന്മനാൾ ആഘോഷിച്ചവർ, വിവാഹവാർഷികം ആഘോഷിച്ചവർ, ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ നന്മകൾ അങ്ങയിൽ നിന്ന് പ്രാപിച്ചവർ, പുതിയ ഭവനം പണിത് പ്രതിഷ്ഠിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുന്നവർ എല്ലാവർക്കായും സ്തോത്രം. ദൈവത്തിൻ്റെ ദിവ്യമായ പരിപാലനം എല്ലാ ഉള്ളങ്ങളോടും കൂടിയിരിക്കണമേ. അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ കർത്താവെ അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും തിരുക്കരങ്ങൾ സമർപ്പിക്കട്ടെ. ഇപ്പോൾ ഞങ്ങൾ പിരിയുമ്പോഴും പിരിയാത്ത തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ ആശീർവദിക്കണം. യേശു ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആശീർവാദം നൽകിടൂ ദാസരാകും ഞങ്ങളിൽ, പോയ നൽദിനങ്ങളിൽ കാത്തു
സൂക്ഷിച്ചെന്നും നീ കാവലായി വന്നിടൂ. കാരുണ്യം ചൊരിഞ്ഞിടൂ. നൽകിരങ്ങൾ നൽകുവേ. നന്മയാൽ നിറയ്ക്കുവേ. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ. ധൈര്യപ്പെടുവിൻ. തീയതിന് പുറത്ത് നല്ലതിനെ മുറുകെ പിടിപ്പിൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തമ്മിലും എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്യുവിൻ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ബലഹീനരെ താങ്ങുവിൻ. കഷ്ടപ്പെടുന്നവരെ സഹായിപ്പിൻ. എല്ലാവരെയും ബഹുമാനിപ്പിൻ. പരിശുദ്ധാത്മശക്തിയിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും ഇന്നും എന്നേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.